السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രഭാത നിസ്കാരത്തിന് ശേഷം സഹാബത്തിന് നൽകിയ മഹത്തായ ഒരു ഉപദേശം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസിനെ കുറിച്ചാണ് സഹോദരങ്ങളെ എന്നോടെന്നതുപോലെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ സഹാബി അൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഒരു ഹദീസാണിത്. അദ്ദേഹം പറഞ്ഞു, വഅളനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ വജ്ലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ ഫഖുൽനാ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ ഫഔസിനാ ഫഖാല ഊസീകും ബിതഖ്വല്ലാഹി വസ്സമഇ വത്താഅതി وإن تأمر عليكم عبد فإنه من يعش منكم فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين عضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل بدعة ضلالة. സഹോദരങ്ങളെ, ഈ മഹത്തായ ഹദീസിൽ മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വഅളനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒരു വഅദ് നടത്തി. ആ വഅദിൻ്റെ പ്രത്യേകത എന്താണ്? മൗഇളതൻ, വേറെ ചില റിവായത്തിൽ മൗഇളതൻ ബലീഗതൻ, ഹൃദയസ്പർശിയായ ഒരു വഅദായിരുന്നു അത്. ആ വഅദ്, ആ പ്രസംഗം അത് കേട്ടപ്പോൾ, ആ വഅദ് കേട്ടപ്പോൾ വജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുകയുണ്ടായി. വദറഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണുകൾ നനഞ്ഞുപോയി, അഥവാ നമ്മൾ കരയുകയുണ്ടായി. ഫഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ, ഈ ഒരു ഉപദേശം, ഈ ഒരു പ്രഭാഷണം ഇത് കേൾക്കുമ്പോൾ വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന, യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ. ഫൗസിന, അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ഉപദേശം നൽകിയാലും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപദേശമായിക്കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഫഖാല ഊസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് നൽകുകയാണ്. വസ്സമഇ വത്താഅതി, മുസ്ലിമായ ഭരണാധികാരി നിങ്ങൾക്കുമേൽ ഭരണമേറ്റെടുത്താൽ ആ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, ഇനൊരടിമയായ ഒരു മനുഷ്യനാണ് നിങ്ങൾക്കുമേൽ ഭരണമേറ്റെടുക്കുന്നത് എങ്കിലും ആ വ്യക്തിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഫഇന്നഹു മൻ യഅശ് മിൻകും, എനിക്കു ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, വേറെ ചില റിവായത്തിൽ ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി എന്ന് കാണാം. ഫസയറ ഇഖ്തിലാഫൻ കസീറ,
അവൻ ധാരാളമായി അഭിപ്രായ ഭിന്നതകൾ കാണും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, അന്ന് നിങ്ങൾ എൻ്റെ സുന്നത്തും എൻ്റെ ഖുലഫാകളുടെ സുന്നത്തും മുറുകെ പിടിക്കുക. അള്ളു അലൈഹാ ബിൻ നവാജിദ്, ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, തീർച്ചയായും എല്ലാ പുത്തനാചാരവും വഴികേടാകുന്നു. ഇതാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അതിലൊന്നാമത്തത് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഭരണാധികാരികൾക്ക് കേൾവിയും അനുസരണവും നൽകുക എന്നുള്ളതാണ്. മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുകയും ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് 4 മഹത്തായ ഉപദേശം. ഇർബാൽ ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു മടങ്ങാം. അദ്ദേഹം പറഞ്ഞു, വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടൊരു വഅദ് നടത്തി. വഅദ് എന്നത് സഹോദരങ്ങളെ ഉപദേശം, ഉത്ബോധനം എന്നൊക്കെ അതിന് അർത്ഥം പറയാറുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫജ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് സഹാബത്തിനോട് ഈ സംസാരം ആരംഭിക്കുന്നത്. സഹാബത്തിൽ ചിലർ പറഞ്ഞതായി കാണാം, അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാ 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 അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഇത് പറയാൻ മാത്രമുള്ള സമയമാണ് എടുത്തത്. എന്നിട്ട് അവിടുന്ന് മഅ്മൂമീങ്ങളിലേക്ക്, സഹാബികളിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം ആരംഭിച്ചു. വഅദ് എന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാവർക്കുമുള്ള മാതൃകയാണത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീ വിളിക്കുക, ക്ഷണിക്കുക, ദഅവത്ത് ചെയ്യുക. അങ്ങനെ ദഅവത്ത് ചെയ്യുമ്പോൾ ബിൽ ഹിക്മ, ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുപോലെ വൽ മൗഇലത്തിൽ ഹസന, നല്ല ഉപദേശം, നല്ല ഉത്ബോധനവും കൂടെ ഉണ്ടായിരിക്കണം. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഇനി ഒരാൾ പ്രമാണം കൊണ്ട് തർക്കിക്കാൻ വന്നാൽ അവരോട് നല്ല രൂപത്തിൽ സംവദിക്കുകയും ചെയ്യുക. ഇതിൽ അള്ളാഹു പറഞ്ഞു വൽ മൗഇലത്തിൽ ഹസന, നല്ല ഉത്ബോധനം, നല്ല ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വഅദ് എന്നത് സഹോദരങ്ങളെ, ആ വഅദ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വഅദ് എന്നത് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സംസാരിച്ച ആ വഅദിന്, ഉത്ബോധനത്തിന് സഹാബി അതിനെ വിശേഷിപ്പിച്ചത് നോക്കൂ നിങ്ങൾ, മൗഇലതൻ ബലീഗതൻ. അവിടുന്ന് നടത്തിയ ഉത്ബോധനം, പ്രഭാഷണം എന്നത് ബലീഗത്തായ ഒരു മൗഇലത്തായിരുന്നു. അഥവാ വളരെ ഹൃദയസ്പർശിയായ, ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന, കണ്ണുകൾ നനയുന്ന അങ്ങനെയുള്ള ഒരു മൗഇലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അഥവാ വഅദിൽ 2 കാര്യങ്ങൾ പൊതുവേ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. ഒന്ന്, പ്രതീക്ഷകൾ, വാഗ്ദാനങ്ങൾ നൽകണം. അതേപോലെ തന്നെയാണ് ഭയപ്പെടുത്തൽ, താക്കീത് ഉണ്ടായിരിക്കണം. അതാണ് വഅദ്. ഇങ്ങനെ ആയിരിക്കണം വഅദ് എന്ന് പറഞ്ഞാൽ, ഉത്ബോധനം, ഉപദേശം എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലീഗത്തായ ഒരു ഉപദേശം നടത്തി. അഥവാ ആ ഉപദേശത്തിൽ നിന്ന് ഒന്നുപോലും മാറ്റിവെക്കാനില്ലാത്ത
വളരെ സുപ്രധാനമായ കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളടക്കം എന്ന് ചുരുക്കം. സഹാബി പറഞ്ഞു നോക്കൂ നിങ്ങൾ, ആ വഅദ് കേട്ടപ്പോൾ വജ്ലത് മിൻഹൽ ഖുലൂബ്, ഹൃദയം പേടിച്ച് വിറച്ചുപോയി, ഹൃദയത്തിന് കിടുക്കമുണ്ടായി. അത് സഹോദരങ്ങളെ മുഅ്മിനീങ്ങളുടെ വിശേഷണമാണത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം കിടുങ്ങുക, ഹൃദയത്തിന് പേടിയുണ്ടാവുക എന്നത് അതാണ് വഅദ് കൊണ്ടുള്ള ഉപദേശം. അല്ലാഹു അതാ വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജ്ലത് ഖുലൂബുഹും. ഇവർ മാത്രമാകുന്നു മുഅ്മിനീങ്ങൾ. ആരാണവർ? അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും. സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. വഅദ് കേൾക്കുമ്പോൾ, ഉപദേശം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന് സ്വാധീനമുണ്ടാക്കണം എന്നതാണ്. അങ്ങനെ സ്വാധീനമില്ല എങ്കിൽ, ഉണ്ടാവുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയങ്ങൾക്ക് ചലനമൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കടുത്തുപോയോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ യഹൂദികളെക്കുറിച്ച് പറഞ്ഞില്ലേ, ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. കാലങ്ങൾ അങ്ങ് കഴിഞ്ഞു പോയപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം ബാധിച്ചു. കുറേ കാലമായി ഇങ്ങനെ കേട്ടെന്നെ കേൾക്കുന്നു, പക്ഷെ അതിനൊന്നും ഒരു സ്വാധീനം ഉണ്ടാകുന്നില്ല. ഒരുപാട് കാലം അങ്ങ് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു, ഹൃദയങ്ങൾക്ക് കാഠിന്യം ഉണ്ടാകും. ആ കാഠിന്യം ഇല്ലാതെ ആവുക, അതിന് നൈർമല്യം ലഭിക്കുക ഖുർആനാകുന്ന വഹി കൊണ്ടാണ്, സുന്നത്താകുന്ന വഹി കൊണ്ടാണ്. ഖുർആനും സുന്നത്തും അള്ളാഹുവിൻ്റെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും, അതുകൊണ്ടാണ് നമ്മളതിനെ നൈർമല്യമാക്കി തീർക്കേണ്ടത്. അതല്ലെങ്കിൽ ഹൃദയം കടുത്ത് 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 അവസാനം അത് ചത്തുപോകും, ഹൃദയം മരിച്ചു പോകും. ഹൃദയം അതിന് പല ഘട്ടങ്ങളുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അത് വേറെ തന്നെ വിഷയമാണത്, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഹൃദയത്തിന് മറയിടപ്പെടും, ഹൃദയത്തിന് കറ ബാധിക്കും, പിന്നീട് അതിന് കടുപ്പമുണ്ടാകും, പിന്നീട് ആ ഹൃദയം പൂട്ടിയതുപോലെ ആയിത്തീരും, പിന്നെ ആ ഹൃദയം ചത്തുപോകും. ആള് ജീവിച്ചിരിപ്പുണ്ടാവും, പക്ഷേ ഹൃദയം മരിച്ചു പോയിട്ടുണ്ടാവും. ആള് ദുനിയാവിലൂടെ ഭൂമിയിലൂടെ നടക്കുന്നുണ്ടാവും, ജീവിക്കുന്നുണ്ടാവും, പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഹൃദയം ചത്തുപോയിട്ടുണ്ടാവും. ഹൃദയങ്ങളിങ്ങനെ മാറി മറിയും. അതുകൊണ്ട് ഹൃദയസ്പർശിയായ ഒരു പ്രഭാഷണമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തത്. അവരുടെ കണ്ണുകൾ നനഞ്ഞു. ഖുർആൻ കേട്ടപ്പോൾ, ആയത്തുകൾ കേട്ടപ്പോൾ, വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളും താക്കീതുകളും കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നനഞ്ഞുപോയി എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ നമ്മൾ വായിച്ചു പോവാറുണ്ട്. ഇന്നേ വരെ ഒരാൾ വന്ന് തല്ലിയാൽ പോലും നമ്മളെ കണ്ണ് നിറയൂല. പരിശോധിക്കണം, ശ്രദ്ധിക്കണം. സഹാബികൾ ഇങ്ങനെയാണ്. മുഅ്മിനീങ്ങളുടെ അടയാളം അള്ളാഹു ശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ തൊലിയിൽ നിന്ന് രോമം എഴുന്നേറ്റ് നിൽക്കും, ഹൃദയങ്ങൾക്ക് ചലനമുണ്ടാകും, കണ്ണുകൾ നനയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലൊരു പ്രസംഗം, പ്രഭാഷണം നടത്തിയപ്പോൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ നിന്ന് അവർ വായിച്ചെടുത്തു, ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയാനായിരിക്കുന്നു, ആ ഒരു സൂചന അവർക്ക് സംസാരത്തിൽ തോന്നുകയുണ്ടായി. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അത് ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ. അല്ലാഹുവിൻ്റെ റസൂലേ, ഇതൊരു വിടവാങ്ങുന്ന, യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്ത് അടുക്കുമ്പോൾ അതിൻ്റെ സൂചനകൾ പല സമയത്തും സഹാബത്തിന് നൽകിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുകയില്ല, അടുത്ത ഹജ്ജ് ആവുമ്പോഴേക്കും ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അതുപോലെയുള്ള ചില സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സ്വഹാബത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു സംസാരത്തിലും അവർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോവാനായിരിക്കും. അതുകൊണ്ട് അവർ ചോദിച്ചു, ഇതൊരു വിടവാങ്ങുന്ന ഒരാളുടെ പ്രഭാഷണം പോലെ ഉണ്ടല്ലോ, ഫഔസിന, അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശം നൽകണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വാക്കിൽ സഹാബത്തിൻ്റെ ബുദ്ധികൂർമ്മതയാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ അവരെത്രമാത്രം പരിശുദ്ധമായ ഹൃദയമുള്ള ആളുകളാണ്, അവരെത്രമാത്രം താല്പര്യമുള്ളവരാണ്. രണ്ട് കാര്യങ്ങൾ ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് കിട്ടും. അതിലവരുടെ ബുദ്ധികൂർമ്മത അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണമാണ് എന്നവർ മനസ്സിലാക്കി. നമ്മളൊക്കെ 500 പ്രസംഗം കേട്ടാലും പിന്നെ നമ്മൾ പരിശോധിക്കുക അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടോയെന്നാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ പരിശോധിക്കും. വീട്ടിലുള്ള ആൾക്കാരല്ല കേട്ടോ. പൊതുവെ നമ്മൾ ആ ശൈലിയും ഇയാളെന്താ കത്തി കയറാത്ത ആ സംസാര വൈഭവവും അതിൻ്റെ ഭാഷാശുദ്ധിയും എന്തേ തീപ്പുരി ആവാത്ത ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും അളക്കുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവിടുത്തെ ഓരോ ഹർഫം ബി ഹർഫ് ഒപ്പിയെടുത്തു. അവർക്ക് മനസ്സിലായി, ബുദ്ധിയുള്ള ആളുകളാണ്. അതേപോലെ തന്നെയാണ് അവരുടെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാണ്. അതുകൊണ്ട് അവർ ഇത് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്തത്? ഫഔസിന, നബിയെ നമുക്ക് ഉപദേശം നൽകിയാലും ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടൂല. അവിടുന്ന് പോയാൽ പിന്നെ ഇതുപോലെ ഒരാൾ ഇനി വരാനില്ല. സഹോദരങ്ങളെ, നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇൽമിൻ്റെ ആളുകളും അത് പറഞ്ഞു തരുമ്പോൾ കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കിട്ടാത്തൊരു സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം, കിട്ടാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അപ്പോഴാണ് നമുക്കിതിൻ്റെ വില മനസ്സിലാവും. പഴയ കാലത്ത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പഴയ കാലത്ത് ഒരു ഹദീസിന് വേണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് അത് ഉറപ്പ് വരുത്തിയിട്ട് റിവായത്ത് ചെയ്യുക. ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്ന ആൾ ദൂരത്ത് നോടി വരും, എന്നിട്ട് ഇരുന്നിട്ട് ക്ലാസ് എടുക്കും. നേരെ തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കിത് വിലയില്ലാത്തത്. പണ്ഡിതന്മാർ, മുൻഗാമികൾ, അവർ വലിയ വലിയ മുഹദ്ദിസുകളെ കുറിച്ച് പറഞ്ഞതായി കാണാം. അവർ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഒരു ദിവസം തന്നെ അവർ ഒരുപാട് ദർസുകളിൽ പോയിരിക്കും. ഒരുപാട്, ഒരു ദിവസം തന്നെ 40ഓളം ദർസുകളിൽ പങ്കെടുക്കാറുള്ള മുഹദ്ദിസുകളുണ്ട്. ഒറ്റ ദിവസം 40ഓളം ദർസുകൾ പോയിരിക്കും. നമ്മൾ ഒരു ദർസ് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വരുന്നതാണ്. അൽഹംദുലില്ലാ, ആരെയും നിയത്ത് അളക്കുകയല്ല. പൊതുവെ നമുക്കങ്ങനെ തോന്നരുത്, നമ്മുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ തോന്നരുത്. കാരണം ഇത് വലിയ നിഅമത്താണിത്. നമ്മളെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. വായിക്കപ്പെടുന്ന ദീൻ എന്നുള്ളത്, വിജ്ഞാനം എന്നുള്ളത് വലിയ നിഅമത്താണത്. അതിങ്ങനെ സംശുദ്ധമായി കറകളഞ്ഞ രൂപത്തിൽ കിട്ടുക എന്നുള്ളത് വലിയ നിഅമത്താണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ ശിർക്കും ബിദ്അത്തും അഥവാ ആത്മീയമായ ചൂഷണം, സാമ്പത്തികമായ ചൂഷണം, ഇതൊക്കെ നടത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള പുരോഹിതന്മാർ ജനങ്ങളെ പറ്റിക്കുന്നത്. പാടി പറഞ്ഞ് പ്രസംഗിച്ചിട്ടൊക്കെ കൊടുക്കുന്ന എന്താണ്? ശിർക്കും ബിദ്അത്തുമാണ്. പോകുമ്പോൾ ബക്കറ്റ് നിറച്ചു കാശും കൊടുക്കും. എല്ലാ അർത്ഥത്തിലും പൈസയും ആത്മീയതയും ഒക്കെ നഷ്ടപ്പെട്ടു. എന്തേ കിട്ടിയെന്ന് ചോദിച്ചാലോ, ദുനിയാവിലൊന്നുമില്ല, ആഖിറത്തിലൊന്നുമില്ല. അതിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാ. നമ്മൾ കേൾക്കുന്നത് ഉറപ്പിച്ചു പറയാണ് അള്ളാഹുവിൻ്റെ ദീനാണ്. അത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അത് സംശുദ്ധമായി കിട്ടുക എന്നുള്ള വലിയ നിഅമത്താണ്. പറഞ്ഞു വന്നത് നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗമാണിത്, ഇനി ഇത് കിട്ടൂല. അതുകൊണ്ട് ഫഔസിന, നബിയെ
ഞങ്ങൾക്ക് ഉപദേശം നൽകിയാലും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകി. ഊസീകും ബിതഖ്വല്ലാഹ്, ഒന്നാമത്തെ ഉപദേശം. ഇതല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആദ്യകാലക്കാർക്കും പിൽക്കാലക്കാർക്കുമൊക്കെ ഒരുപോലെ നൽകിയ ഉപദേശമാണ്. അല്ലാഹു പറഞ്ഞു, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. മുമ്പ് കിതാബ് നൽകപ്പെട്ട ആളുകൾക്കും നിങ്ങൾക്കും, ആരാ നിങ്ങൾ? ഈ ഉമ്മത്ത്. അല്ലാഹു ഇതാ വസിയത്ത് നൽകുന്നു, അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വ പാലിക്കുക. ഇതാണ് സഹോദരങ്ങളെ ആദ്യമായും അവസാനമായും നമുക്കെല്ലാവർക്കുമുള്ള ഉപദേശം. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. എന്താണ് ആ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതാണ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ദുർഘടമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നീ എന്തു ചെയ്യും? ഒന്നല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാതെ മാറി നിൽക്കും, അതല്ലെങ്കിൽ അതിനെ അതിജയിച്ച് കടന്നുകളയും. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ടത്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സിറാത്തുൽ മുസ്തഖീമിന് എതിരായ പലതും, തിന്മകളും യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന പലതും വലതുഭാഗത്തും ഇടതുഭാഗത്തും ധാരാളം നമുക്ക് കാണാം. സിറാത്തുൽ മുസ്തഖീം എന്നത് നേരായ വഴിയാണ്. സിറാത്ത് എന്നാൽ വഴി, അൽ മുസ്തഖീം എന്നാൽ വളയാത്ത പുളയാത്ത നേരായത് എന്നാണ് അർത്ഥം. ആ നേരായ പാതയാണ് ദീൻ. അപ്പം അതിനിടയിലൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് വഴികളുണ്ടാകും, സുബുൽ, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ടാകും, ഷിർക്കിൻ്റെ, ബിദ്അത്തിൻ്റെ, കുഫറിൻ്റെ. അങ്ങനെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഈ നേരായ പാതയിലൂടെ മാത്രം സഞ്ചരിക്കണം. അതാണ് തഖ്വ, അതാണ് ഹഖ്ക തുഖാതിഹി എന്ന് പറഞ്ഞാൽ. അഥവാ സഹോദരങ്ങളെ, മഹാനായ ത്വൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, തഖ്വ എന്താണെന്ന് അദ്ദേഹത്തോട് നിർവചിച്ചു തരാൻ പറഞ്ഞു. ഫിത്നയുടെ കാലമായപ്പോൾ ചിലർ അദ്ദേഹത്തോട് പോയി ചോദിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, തഖ്വ എന്നാൽ അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുക, അല്ലാഹുവിൻ്റെ പ്രകാശം അനുസരിച്ച്, അഥവാ വഹി അനുസരിച്ച്, ഖുർആനിലും സുന്നത്തിലും വന്നത് നീ പ്രവർത്തിക്കുക. എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത്? തർജു സവാബല്ലാഹ്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമായിരിക്കണം. ഇതാണ് തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം. വഅൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു അദാബല്ലാഹ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ മറുവശം, രണ്ടാമത്തെ ഒരു വശം എന്നുള്ളത്, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് നീ ഒഴിവാക്കണം, അള്ളാഹുവിനെ ധിക്കരിക്കരുത്. അതും അള്ളാഹുവിൻ്റെ പ്രകാശം അനുസരിച്ചായിരിക്കണം. ഇന്നത് ഹറാമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത് ഉപേക്ഷിച്ചുകൊണ്ട് നീ സൂക്ഷ്മത കൈക്കൊള്ളണം. ഇത് ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട എന്താണ്? തഖാഫു അദാബ് അല്ലാഹ്, നീ അള്ളാഹുവിൻ്റെ അദാബ് ഭയന്നുകൊണ്ടായിരിക്കണം. ജനങ്ങളെ ഭയന്നുകൊണ്ടോ ആളുകളെ പേടിച്ചുകൊണ്ടോ അല്ല, പക്ഷെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനുള്ള ഇബാദത്തിലായി ജീവിക്കുക, അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് ഹഖ്ക തുഖാതിഹി. ഇതാണ് ഒന്നാമത്തെ വസിയത്ത്. അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. യാ അയ്യുഹൻ നബിയു ഇത്തഖില്ലാഹ്, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ നബിയെ, താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമുക്ക് ജനങ്ങളെ മുഴുവൻ വിളിച്ചു അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. മുഅ്മിനീങ്ങളെ പ്രത്യേകമായി വിളിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രത്യേകം വിളിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. തഖ്വ എന്നത്
എപ്പോഴും നമ്മൾ കേൾക്കുന്നല്ലേ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ആ തഖ്വയുള്ള മുത്തഖിയാവാൻ നമ്മൾ പരിശ്രമിക്കണം, എന്നാലേ ആവുള്ളൂ. അത് ഒരേ അളവിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യമല്ല, ഏറ്റക്കുറച്ചിലുണ്ടാവും. തഖ്വ എന്നത് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അള്ളാഹുവിനോട് സഹായം ചോദിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അങ്ങനെ മുന്നേറി നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് തഖ്വ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒന്നാമത്തെ വസിയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നമുക്ക് കാണാം വിശുദ്ധ ഖുർആനിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണാം, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ആളുകൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആളുകൾ ഉള്ളപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. ആളുകൾ ഇല്ലാത്തപ്പോഴും അതേപോലെ ആയിരിക്കണം. ഒരു കവി പാടിയതായി കാണാം, ഖല്ലി ദുനൂബ സഗീറഹ വകബീറഹ ഫഹുവ തുഖ. തിന്മകൾ, പാപങ്ങൾ എന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ നീ അത് ഉപേക്ഷിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് തഖ്വ. വസ്ന കമാശിൻ ഫൗഖ അർളി ശൗഖി യഹ്ദറു മാ യറ. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ഒരു വഴിയിലൂടെ, ഒരു ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരുവനെ പോലെ ആവുക നീ. ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസാ. ചെറിയ ചെറിയ തെറ്റുകൾ നീ നിസാരവൽക്കരിക്കരുത്. പർവ്വതമെന്നത് ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കുന്നുകൂടിയിട്ടാണ് അതുണ്ടായത്. സുബ്ഹാനല്ലാഹ്, എന്താ വാക്കെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു. പാപങ്ങൾ എന്നത് സഹോദരങ്ങളെ, തിന്മകൾ എന്നത് അത് നമ്മുടെ തഖ്വയും നമ്മുടെ ഈമാനും നമ്മുടെ ഹിദായത്തും നമ്മുടെ ഇസ്തിഖാമത്തും ഇതെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് അത് ചെറുതാവട്ടെ വലുതാവട്ടെ. വലിയ പാപമൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ലല്ലോ, ചെറുത് അതില അല്ലാഹ് ഗഫൂറല്ലേ എന്നിപ്പം നമ്മളെ മനസ്സിൽ തോന്നരുത്. ലാ തഹ്ഖിറന്ന സഗീറതൻ, ചെറുതാണെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കരുത്. ഇന്നൽ ജിബാല മിനൽ ഹസാ. പണ്ട് മടിയൻ്റെ കഥ കേൾക്കാറില്ലേ? മടിയൻ്റെ കഥ. ഒരു ദിവസം അത് കൊണ്ടുവച്ചാൽ അവൻ്റെ പണി അത്രേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ടുവയ്ക്കാതെ അവിടെ വെച്ചു, പിന്നെയും വെച്ച് അവസാനം എന്താവും? ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാവും. അപ്പം ചെറുത് അതിങ്ങനെ അട്ടിയായി അടുക്കി വെച്ച് പിന്നെന്താവും? അവസാനം അത് പർവ്വത സമാനമായി തീരും. അതുകൊണ്ടാണ് ചെറിയ തെറ്റുകളെ നിസാരവൽക്കരിക്കരുത് എന്ന് പറഞ്ഞു. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മുടെ തഖ്വയെ ബാധിക്കും. എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മളാലേക്കും ഇപ്പം ഞാനൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാനൊക്കെ എന്ത് പാപം ചെയ്തിട്ടാണ്. പാപങ്ങൾ എന്നത് സഹോദരങ്ങളെ കിതാബ് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അൽ കബായിർ എന്ന് ഇമാം അദ്ദഹബി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് കിതാബുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് കിതാബുണ്ട്. വൻപാപങ്ങൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട കിതാബുകൾ, വൻപാപങ്ങൾ മാത്രം എഴുതപ്പെട്ട കിതാബുണ്ട്. നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു. നമ്മൾ ചെറുതാണെന്ന് അല്ലെങ്കിൽ തെറ്റാണെന്ന് പോലും നമുക്ക് തോന്നാത്ത പലതും വൻപാപങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കാൻ കാരണമായി തീരുന്ന വൻപാപങ്ങൾ. വൻപാപങ്ങളുടെ പ്രത്യേകത എന്താ? ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല അതൊരാളിലുണ്ടെങ്കിൽ. ആ കിതാബുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അതിലുള്ള പലതും വൻപാപങ്ങളാണ്. അതാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ചെറിയ പാപങ്ങൾ വരെ പൊറുക്കപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ആരും വഞ്ചിതരായി പോകരുത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ വസിയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. ഇത് നമ്മുടെ ഇഹലോകവും പരലോകവും നന്നാക്കാനുള്ള വസിയത്താണ്. ഈ ലോകവും പരലോകവും ഒരുപോലെ നന്നാവും.
കാരണം സ്വർഗവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന ആയത്തുകളൊക്കെ എടുത്തു നോക്കൂ. ഇന്നലിൽ മുത്തഖീൻ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദുനിയാവിൽ തഖ്വ പാലിച്ച് ജീവിച്ച ആളുകൾക്ക് സ്വർഗമുണ്ട്, അവർക്ക് സ്വർഗത്തിൽ ഇന്നതുണ്ട്, അവർക്ക് സ്വർഗീയ സുഖങ്ങളുണ്ട്. അപ്പം നമ്മുടെ ദുനിയാവും ആഖിറവും ഒരുപോലെ നന്നാക്കാൻ സാധിക്കുന്ന വസിയത്താണിത്, ഒന്നാമത്തേത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വസ്സംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി. വസ്സംഇ വത്താഅ, സമഅ എന്ന് പറഞ്ഞാൽ കേൾക്കുക, അത്താഅ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ഇത് ഭൗതികമായ നമ്മുടെ രക്ഷയാണ്. ഇഹലോകത്ത് ദുനിയാവിൽ നമുക്ക് രക്ഷയും നമ്മുടെ നന്മയുമാണ് ഈ പറഞ്ഞത്. അഥവാ ഭരണാധികാരികൾ, മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ, അവർക്ക് സമഉം ത്വാഅത്തും നിർബന്ധമാണ്. അവർ പറഞ്ഞാൽ കേൾക്കണം, അനുസരിക്കണം. അവർ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്ത കാലത്തോളം. ഇത് സഹോദരങ്ങളെ, നമ്മുടെ നാട് പോലുള്ള ഒരു നാട്ടിൽ എന്തിനാണ് ഇപ്പോൾ ഇത് പഠിക്കുന്നതെന്ന് ഇപ്പോൾ ചിലപ്പോൾ തോന്നും. വലിയൊരു അടിസ്ഥാനമാണിത്. നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളില്ലെങ്കിലും അറബ് നാടുകളിലുള്ള മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ, അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. കാരണം മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്നത് ഒരൊറ്റ ശരീരം പോലെയാണ്. ഇന്ത്യയിലായാലും സൗദി അറേബ്യയിലായാലും ഇമാറാത്തിലായാലും എവിടെയായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ ഒരൊറ്റ ശരീരം പോലെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മേൽ ഭരണമേറ്റിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ ഭരണാധികാരികൾ കൂടിയാണ്. ഇവിടെ നിന്ന് അവർക്ക് നേർക്കുനേരെ നമുക്ക് ബൈഅത്തൊന്നുമില്ലെങ്കിലും അവർ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളാണ്. അവരുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് അവർക്ക് വാജിബാണ്, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എന്നാൽ അതിന് പുറത്തുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്ഷേപിക്കാനോ അവരെ ചീത്ത വിളിക്കാനോ അവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടാനോ ഒന്നും അവിടെയുള്ള ആളുകൾക്കും പാടില്ല, പുറത്തുള്ള നമുക്കും പാടില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ ദീനാണ്. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, വേറെ ചില റിവായത്തിൽ ഹബശി എന്ന് കാണാം. അബ്സീനിയക്കാരനായ, എത്യോപ്യക്കാരനായ അടിമയായ ഒരാളാണ് മുസ്ലിമീങ്ങൾക്ക് മേൽ ഭരണാധികാരിയായി വരുന്നത് എങ്കിലും കേൾക്കണം, അനുസരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അടിമയായ ഒരാൾ ഒരിക്കലും ഭരണാധികാരിയായി വരികയില്ല. അടിമയായ ഒരാൾ ഭരണാധികാരിയായി വരികയില്ല. ഇവിടെ വഇൻ തഅമ്മറ എന്നാണ് പറഞ്ഞത്. ഇനി ഒരു അടിമ പിടിച്ചടക്കിന്ന് വിചാരിക്കുക ഒരു രാജ്യം, എന്നിട്ട് ഞാനാണ് ഭരണാധികാരി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അസ്സംഉ വത്താഅ, കേൾക്കുകയും അനുസരിക്കുകയും വേണം. നിസ്സാരമായ കാര്യമല്ല. ഇപ്പം അടുത്തിടെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ ഈ പറഞ്ഞ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് ഈ കാലത്ത് പ്രത്യേകിച്ച് അനുയോജ്യമാണ്. ഇപ്പം അടുത്തിടെ ഇറാൻ സംഭവം വന്നു. അപ്പോഴാണ് സകല ആളുകളുടെയും ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വന്നത്. ഭരണാധികാരികൾക്കെതിരിൽ എന്തൊക്കെ ജാതി വർത്തമാനങ്ങളാണ്. പറയരുത്. അവർ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്ത കാലത്തോളം അവരനുസരിക്കണമെന്നാണ്. ഇനി ഭരണാധികാരികൾ എന്നത്, മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ എന്നത് അവർ പ്രവാചകന്മാരല്ല, നബിമാരാണോ? അല്ല. അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം, അബദ്ധങ്ങൾ ഉണ്ടാവാം, മനുഷ്യരാണ്. മനുഷ്യ സഹജമായ അബദ്ധങ്ങളും ന്യൂനതകളും ഉണ്ടായേക്കാം. അപ്പോഴും അവരിൽ നിന്ന് ബൈഅത്ത് പിൻവലിക്കുക എന്നതല്ല, മറിച്ച് അതിൽ അവരനുസരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഈ ആളുകൾ ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ വിശ്വാസമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, ഇഖ്വാനികളെ പോലെയുള്ള ആളുകൾ, അവർ അവരുടെ എല്ലാ ഒളിയമ്പുകളും എയ്യുക സൗദി അറേബ്യയിലേക്കാണ്. അവിടുത്തെ ഭരണാധികാരികളെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. അവിടെയുള്ള പണ്ഡിതന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ അതിൽ അവർ പിൻപറ്റേണ്ടതില്ല. അപ്പോൾ അതില്ലേ, അവിടെ അതില്ലേ, അവിടെ ഇതില്ലേ, മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ എവിടെയാണ് ഖൈർ എന്ന് ചോദിച്ചാൽ അതാ നാട്ടിൽ തന്നെയാണ്.
ഇരു ഹറമുകൾ ഏറ്റവും നന്നായി പരിപാലിക്കുന്ന ഭരണാധികാരികൾ, പണ്ഡിതന്മാർക്കും ഇൽമിനും സ്ഥാനങ്ങൾ നൽകി ആദരിക്കുന്ന ഭരണാധികാരികൾ, എപ്പോഴും അമ്ന നിർഭയത്വം കാത്തുസൂക്ഷിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഭരണാധികാരികൾ. അങ്ങനെ ഭരണാധികാരികൾ എന്നത് ഈ പറഞ്ഞ എല്ലാ നന്മകളും അവരിലുണ്ട്. വലിയ ഒരുപാട് നന്മകൾ എന്നത് അവരിലുണ്ടാകുന്ന ന്യൂനതകൾ എടുത്തു കാണിച്ചുകൊണ്ട് അതിനെ കാറ്റിൽ പറത്തുക എന്നത് ഒരിക്കലും ശരിയല്ല. പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ അവരുടെ നന്മകൾ അതൊരിക്കലും അവരുടെ വീഴ്ചകൾ കൊണ്ട് ഇല്ലാതായി പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരം ആളുകൾ അവർ ഭരണാധികാരികൾക്കെതിരിൽ ഇളക്കിവിടുന്ന അങ്ങനെയുള്ള വാക്കുകൾ കേട്ട് നമ്മൾ അതിൽ വഞ്ചിതരായി പോകരുത്. എത്രയോ ആളുകൾ വാർത്തകളിലും അതുപോലെയുള്ള മീഡിയകളിലും വന്നത് എടുത്തുപിടിച്ചുകൊണ്ടാണ് ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുക. പാടില്ലാത്തതാണ്. ഇതിനർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അബദ്ധങ്ങളോ ന്യൂനതകളോ അത് അനുസരിക്കണമെന്നല്ല. ആരും പണ്ഡിതന്മാരാരും അത് പറഞ്ഞിട്ടില്ല. എത്രത്തോളം ഭരണാധികാരികളെ മാത്രമല്ല അവിടെയുള്ള ഉലമാക്കളെ വരെ ചീത്ത വിളിക്കും. അവർ ഡോളറിൻ്റെ പണ്ഡിതന്മാരാണ്, ഭരണാധികാരികൾക്ക് ഒപ്പിച്ചു നിൽക്കുന്നവരാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, പറഞ്ഞ് എവിടേക്കാണ് എത്തുന്നത് എന്ന്. വലിയ അപകടത്തിലാണ് ഇത്തരം പിഴച്ച ചിന്താഗതികൾ ഉള്ള ആളുകൾ എത്തിച്ചേരുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു വഴിയിൽ പ്രവേശിക്കരുത്. മറിച്ച് നമ്മുടെ നാവിനെ ആ വിഷയത്തിൽ സൂക്ഷിക്കണം. ഫലസ്തീനിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും വലിയ രൂപത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ സംസാരിക്കാറുള്ളത്. ഇവർ പറയുന്ന നാടുകൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എന്നാൽ ഇവർ ചീത്ത വിളിക്കുന്ന നാടോ അവിടെയുള്ള ഭരണാധികാരികളോ ധാരാളമായി ചെയ്തിട്ടുണ്ട്. എപ്പോഴും അത് പ്രധാന വിഷയമായി അവർ ഉന്നയിക്കേണ്ട സ്ഥലങ്ങളിൽ ഉന്നയിക്കാറുണ്ട്. പിന്നെ ഇവർക്കുള്ള പ്രശ്നം എന്താണ്? ഈ അറബ് നാടുകളിലുള്ള ഭരണാധികാരികളൊന്നും ഇത്രയും ക്രൂരത ഇസ്രായേലും ആളുകളും ചെയ്തിട്ട് എന്തേ മിണ്ടാത്തതെന്നാണ്, എന്തേ പോയി യുദ്ധം ചെയ്യാത്തതെന്നാണ് ഇവരുടെ ചോദ്യം. സൗദി അറേബ്യ ഇങ്ങനെ പോയിട്ട് യുദ്ധം ചെയ്യണ്ടേ? ഇഖ്വാനുകൾ ഉള്ള ഈജിപ്ത് പോലെയുള്ള നാടുകളിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത് പോയിക്കൂടെ? അത് പോവില്ല. അപ്പോൾ അറബ് നാടുകളിലുള്ള ഭരണാധികാരികൾ സഹോദരങ്ങളെ ശരിക്ക് ശ്രദ്ധിക്കണം. അവർ ബുദ്ധിയുള്ളവരാണ്. കാരണം ഇപ്പം അടുത്ത് തന്നെ ഒരുപാട് മിസൈലുകൾ അറബ് നാടുകളിൽ പോയി വീണു. എന്തുണ്ടായത്? നമ്മുടെ വേണ്ടപ്പെട്ടവർ പലരും പേടിച്ച് വിറച്ച് നാട്ടിലേക്ക് വരാൻ ചിന്തിച്ചു പോയി. തിരിച്ചങ്ങോട്ടടിച്ച് എങ്ങനെ ഉണ്ടാവും? ഈജിപ്ത് പോലെ, ലബനാന് പോലെ, അങ്ങനെയുള്ള നാടുകൾ പോലെ നശിച്ചു പോകും. ഈ അറബ് നാടുകൾ, പ്രത്യേകിച്ച് ഇരു ഹറമുകളുള്ള നാട് നശിപ്പിക്കുക എന്നതാണ് ഷിയഈകളുടെ, അതല്ലെങ്കിൽ മറുവശത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബുദ്ധിയുള്ള ഭരണാധികാരികളായതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അല്ല ആയുധമില്ലായിട്ടോ അതല്ലെങ്കിൽ സൈന്യങ്ങളില്ലായിട്ടോ ഒന്നുമല്ല. ഒരു നാട് നശിക്കാൻ ചെറിയ സമയം മതി. എത്ര ആളുകൾ മരിച്ചുപോയി. ജോലിക്കിടയിൽ പെട്ടെന്ന് മിസൈൽ വരികയാണ്. എത്ര ആൾ, നമ്മൾ ഇരിക്കുന്ന ആളുകളുടെ കുടുംബക്കാരൊക്കെ പലരുണ്ടോ? പേടിച്ച് കുട്ടികളൊക്കെ കരഞ്ഞ് ഉറങ്ങാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് മാത്രം വന്നിട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? എത്ര ആളുകൾ മരിക്കും? ആ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണായി പോകും. നമുക്ക് മാസത്തിൽ ചെലവിനിട്ടുന്നില്ലാണ്ടാവും. അപ്പം ഇവൻ്റെ ഈ വർത്താനൊക്കെ അവിടെ വെക്കും. ഇങ്ങനെ മീഡിയ നോക്കി ഇരുന്നിട്ട് അവനെന്താ അങ്ങനെ ചെയ്യാത്ത, ഇവനെന്ത് ഇങ്ങനെ ചെയ്യാത്ത, അവനെന്താ അടിച്ചൂടെ? പറയാൻ എന്തൊരു എളുപ്പമാണ്. ഒരു നാട് നശിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സഹോദരങ്ങളെ, അവർ ബുദ്ധിപരമായി നീങ്ങിയതിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പം നിർഭയത്വം വന്നില്ലേ? ഇടക്ക് മാറും, പിന്നെയും ശരിയാവും. എന്നാൽ ബെല്ലും ബ്രേക്കില്ലാതെ പോയി യുദ്ധം ചെയ്ത എത്ര നാടുകൾ. നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്ത്, ലബനാൻ, യമൻ, പരിശോധിച്ച് നോക്ക് നിങ്ങൾ. എന്താണ് അവിടുത്തെ അവസ്ഥ? എത്ര ആളുകൾ മരിച്ചു, എത്ര മുസ്ലിമീങ്ങൾ മരിച്ചു.
നിർബന്ധത്തോടുകൂടെ ആ നാട്ടിലേക്ക് ആർക്കും പോകാൻ പറ്റുമോ? എപ്പോഴും യുദ്ധഭീതി എന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിർബന്ധത്തോടുകൂടി എഴുന്നേൽക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണത്. അതില്ലാതാക്കി എപ്പോഴും യുദ്ധവും എപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടാക്കണമെന്നാണോ പറയുന്നത്? ഈ വിവരമില്ലാത്ത ആളുകൾ, അല്പജ്ഞാനികൾ, അവർ പറയുന്നത് അതാണ്. അറബ് നാടുകളൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യാം. അപ്പം എന്താവും? ആ നാടൊക്കെ നശിക്കും. അപ്പോൾ ഷിയാക്കൾക്ക് നേരെ കയറി വന്നിട്ട് എന്ത് ചെയ്യാം? ഇരു ഹറമുകളും തരിപ്പണമാക്കാം. അവിടെ ഷിർക്കും കുഫറും സകല തോന്നിയവാസങ്ങളും നടത്താം. ഇപ്പം അതൊന്നുമില്ല. അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഖ്വാനികൾ എന്നത് ഷീഇകളുടെ കഴുതകളാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഇവരെ കൊണ്ട് അവർ പണിയെടുപ്പിക്കും, അവരെ കൊണ്ട് ഇവരും പണിയെടുപ്പിക്കും. വിശാലമായ വിഷയമാണിത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾക്കെതിരിൽ കുഴപ്പമുണ്ടാക്കാനോ ജനങ്ങളെ അവർക്കെതിരിൽ ഇളക്കി വിടാനോ പാടുള്ളതല്ല. അവർക്കെതിരിൽ സംസാരിക്കുന്നവരെ കണ്ടാൽ അത് മനസ്സിലാക്കുക, അവന് പ്രശ്നമുണ്ട്. മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരാളെ കണ്ടാൽ മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ മനസ്സിലാക്കിക്കോ, അയാൾ അഹ്ലുസുന്നത്തിന്റെ ആളാണ്. അടയാളമാണിത്. ഖവാരിജുകൾ ആദ്യമായി ഇസ്ലാമിൻ്റെ ഐക്യം മുറിച്ച് വേർപെട്ട ഒരു കക്ഷിയായി തീർന്നത് ഖവാരിജുകളാണ്. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. എക്കാലത്തും ഇതിങ്ങനെ ആവർത്തിച്ച് വരും. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, ഒരടിമയാണ് ഭരണാധികാരിയായി നിങ്ങൾക്ക് മേൽ വരുന്നത് എങ്കിലും, അടിമ വരൂല, വന്നാൽ പോലും അനുസരിക്കണമെന്നാണ്. കേൾക്കണം, അനുസരിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്ത കാലത്തോളം. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്താണിത്. ചെറിയൊരു രാഷ്ട്രീയവും നല്ലത്. വെറുതെ ഇങ്ങനെ നേരം വെളുക്കും മീഡിയ കൊണ്ടും തുറന്നിരുന്നിട്ട് കാണുന്ന ന്യൂസോ വാർത്തയോ പത്രവും നല്ലത്. ഇത് അഖീദയാണ്, നമ്മുടെ ദീനാണിത്. ചാനലുകളിൽ ഇരുന്ന് ഇസ്ലാമിക സമൂഹത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ, അവർക്ക് സാമ്പത്തികമായതും അല്ലാത്തതുമായ മുതലെടുപ്പുകളുണ്ട്. നമുക്ക് നഷ്ടപ്പെടുക നമ്മുടെ അഖീദയാണ്, നമ്മുടെ പരലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് നൽകിയ ഈ വസിയ്യത്തുകളെയാണ് കാറ്റിൽ പറത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് സഹോദരങ്ങളെ, ഫിത്നകൾ വരുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നാനാഭാഗത്തുനിന്ന് ഈ ജാതി സാധനങ്ങളൊക്കെ പൊന്തി വരും. അപ്പം നമ്മൾ ഉറച്ചു നിൽക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ മൻഹജും മാർഗവും മുറുകെ പിടിക്കണം. അതാണ് പരീക്ഷണങ്ങൾ, ഫിത്ന വരുമ്പോൾ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ജീവനോടെ വരിക എന്നുള്ളതല്ല. ആ ഒഴുക്ക് വരുമ്പോൾ രക്ഷപ്പെട്ട് ഓടുക എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ഒഴുക്കിൻ്റെ കൂടെ പോവോ? ജീവൻ കിട്ടിയാൽ വന്നാൽ മതി, ഒന്ന് പോയിട്ട് വരാതെ വെച്ചാൽ ആരെങ്കിലും പോവോ? ഒരിക്കലും പോവില്ല. അങ്ങ് മലവെള്ള പാച്ചിൽ വരുമ്പം തന്നെ നമ്മൾ ഓടി ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ കയറി വെക്കും. അതിനേക്കാൾ ഓടേണ്ട കാര്യമാണ് ഫിത്നകൾ, കുഴപ്പങ്ങൾ, ഇതുപോലെയുള്ള പിഴച്ച ചിന്താഗതികൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞു വസ്സംഉ വത്താഅ. ഇത് സഹോദരങ്ങളെ അവിടുന്ന് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ദുനിയാവിലെ നമ്മുടെ നന്മയാണിത്. ഭരണാധികാരി നന്നായാൽ, അവിടെ നിർഭയത്വമുണ്ടായാൽ ആ നാട് സുരക്ഷിതമായിരിക്കും. ഇപ്പം അടുത്തിടെ ഇത്ര ആളുകൾ പറഞ്ഞു ലോകത്തെ ഏറ്റവും സുരക്ഷിതത്വമുള്ള നാട് സൗദി അറേബ്യയാണ് അത്ര. ഈ ഇഖ്വാനുകൾ ഏറ്റവും ചീത്ത വിളിക്കുന്ന നാട് സൗദി അറേബ്യയാണ്. അങ്ങനെയുണ്ട്. എന്തുകൊണ്ടാണ് ആ നിർഭയത്വം കിട്ടിയത്? തൗഹീദിൻ്റെ നിർഭയത്വമാണത്. അതുപോലെ ബുദ്ധിയുള്ള ഭരണാധികാരികൾ അവരുടെ ആ സഹനവും അവർ കാണിക്കുന്ന അവധാനതയുമാണത്. എന്നാൽ അപ്പുറത്ത് നോക്കൂ നിങ്ങൾ, ഒരു നാട് കത്തിച്ചാമ്പലായി കരിക്കട്ട പോലെയാണ് ചില നാടുകൾ. തരിശു ഭൂമിയായിട്ടുണ്ടാവും. നാട്ടിലെ ആളുകൾ, എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ടാവും. സമ്പദ് വ്യവസ്ഥകൾ തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ ഗൗരവമാണ് കാര്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി
ഫസയറ ഇഖ്തിലാഫൻ കസീറ. രണ്ട് കാര്യങ്ങൾ ആദ്യമായി പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അത് ദുനിയാവും ആഖിറത്തും നന്നാവാനുള്ള കാര്യമാണ്. രണ്ടാമത്തത് അസ്സമഉ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി. ഭരണാധികാരികൾക്ക് കേൾവിയും അനുസരണവും നൽകുക. ഒരു അടിമയാണ്, അബസീനിയക്കാരനായ അടിമയാണ് ഭരണാധികാരിയായി വന്നത് എങ്കിലും കേൾക്കണം, അനുസരിക്കണം. നമ്മുടെ ദീനും ദുനിയാവും നന്നാവുന്ന രണ്ട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഇത് മുസ്ലിം സമുദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു താക്കീതാണ്, മുന്നറിയിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരുപാട് ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. അതൊരു തരത്തിൽ രോഗമാണത്. അതുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം? ചില ആളുകൾ പറയാറുണ്ട്, എങ്ങോട്ട് നോക്കിയാൽ അഭിപ്രായം. ഇപ്പം എല്ലാവരും കുറേ കക്ഷികളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മരിച്ചു പോകും. എപ്പോഴെങ്കിലും ഉണ്ടോ തിരയടങ്ങിയിട്ട് വലയിടൽ? അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ടാണ് വലയിട്ട് മീൻ പിടിക്കൽ. എന്താ പറഞ്ഞില്ലേ, തഖ്വ എന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനിടയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന രോഗം ചികിത്സിക്കണം. എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. എൻ്റെ സുന്നത്തിലേക്ക് നിങ്ങൾ മടങ്ങുക, എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഫഅലൈക്കും എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കാനാണ് പറഞ്ഞത്. ബിസുന്നത്തി, എൻ്റെ സുന്നത്ത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ ഖുലഫാകളുടെ സുന്നത്ത്, അത് മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, അത് മുറുകെ പിടിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് അത് കടിച്ചു പിടിക്കുക. സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മുതൽ സഹാബികൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഖദരിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായത്. ഖദരിയാക്കൾ ആരാണ്? അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈമാൻ്റെ ആറാമത്തെ കാര്യം, ആറാമത്തെ അടിസ്ഥാനം. ആ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ചില ആളുകൾ വരികയുണ്ടായി. സഹാബികൾ ജീവിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഇതെങ്ങനെ ഒരു ടീമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു എന്ന് കാണാം. ഹദീസ് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു. എന്താണ് അതിലുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് ഇസ്ലാം കാര്യം ചോദിച്ചു, ഈമാൻ കാര്യം ചോദിച്ചു, ഇഹ്സാൻ ചോദിച്ചു. ഈ പറഞ്ഞ ഹദീസാണ് പറഞ്ഞു കൊടുത്തത്. അതിൽ ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഖദറിലുള്ള ഈമാനുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായും യാതൊരു ബന്ധവുമില്ല. അതിനുശേഷം സഹോദരങ്ങളെ, ഖവാരിജുകൾ, നേരത്തെ പറഞ്ഞ ആളുകൾ ഉടലെടുത്തു. ഈ പറഞ്ഞ ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടാണ് അവരുടെ തുടക്കം. ഷിയകൾ ഉടലെടുത്തു. ഷിയാക്കൾ, അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറഞ്ഞ ഒറ്റൊരുത്തനാണ്, യഹൂദിയായ ഒരുത്തൻ ഇസ്ലാമിൻ്റെ കുപ്പായമിട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിലേക്ക് സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇയാൾ രംഗപ്രവേശം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നിന്ന് ഇയാൾ ഖവാരിജുകളെ ഉണ്ടാക്കി. എങ്ങനെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ സംസാരിക്കുന്ന ഒരു ഖൗമിനുണ്ടാക്കി. മറുവശത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കക്ഷികളെന്ന് അവകാശപ്പെടുന്ന ഷീഇകളെയും ഉണ്ടാക്കി. രണ്ടും അതാണ് നേരത്തെ പറഞ്ഞില്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇഖ്വാനികൾ എന്നത് ഷിയാക്കളുടെ കഴുതകളാണ്. ഇവർ പറഞ്ഞ പോലെ ഒരു പണിയെടുക്കും.
രണ്ടും മുട്ടയിപ്പുറത്താണ്. അപ്പം അങ്ങനെ അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹുവിനെയും ഈ ആളുകൾ കൊല്ലുകയുണ്ടായി. അപ്പുറത്തെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഷിയാക്കൾ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി. അദ്ദേഹത്തെ അള്ളാഹുവാണ് എന്നുവരെ പറയുന്ന അവസ്ഥയുണ്ടായി. അലി കുടുംബം മാത്രം, ബാക്കി ആരും, സഹാബികളെല്ലാവരും കാഫിറുകളാണ് എന്നൊക്കെയുള്ള പിഴച്ച വിശ്വാസം അദ്ദേഹം പോലും അത് അംഗീകരിച്ചില്ല. അദ്ദേഹം ആ സമയത്ത് തന്നെ വിലക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഖവാരിജുകളും ഷിയാക്കളും ഉണ്ടായി. പിന്നീട് മുഅ്തസിലികൾ ഉണ്ടായി. താബിഈങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് മുഅ്തസിലികൾ, അഥവാ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുക. ഒരു ഹദീസ് കേട്ടാൽ അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ. ഈ കാലത്തെ ഹദീസ് നിഷേധികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് മിന്നാന്ന് വന്നതാണ്. അല്ല, പണ്ട് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മജ്ലിസിൽ നിന്ന് ഇഅ്തസല, അയാൾ വിട്ടുനിന്നു വന്നു. അങ്ങനെയാണ് മുഅ്തസിലി എന്ന് പേര് വന്നത് അയാൾക്ക്. അവരുടെ അവസ്ഥ എന്നത് എപ്പോഴും പ്രമാണങ്ങളെ പിന്നിലേക്ക് വലിച്ചെറിയും, എന്നിട്ട് ബുദ്ധി കൊണ്ട് കറക്കും. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണുന്ന ഹദീസ് നിഷേധികൾ. അതുപോലെ തന്നെ ജഹ്മികളുണ്ടായി, അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ. അശ്അരികളുണ്ടായി, അതും ഈ പറഞ്ഞത് തന്നെയാണ്. മുഅ്തസിലിയും ജഹ്മിയും കൂടിക്കലർന്ന ഒരു സങ്കര ഇനം എന്ന് പറയുന്ന ഒരു സാധനമാണത്. അങ്ങനെ സഹോദരങ്ങളെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി ഉണ്ടാകുന്ന ഓരോന്നും നമ്മൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ പുതിയതാണ്. അല്ല, അതൊക്കെ പഴയതാണ്. പണ്ടത്തത് പൊടി തട്ടിയിട്ടാണ് പിന്നെയും 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 വരിക. പഴയത് പുതിയ പേരിലും പുതിയ ഭാവത്തിലൊക്കെ വരും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പിഴച്ച കക്ഷികൾ, ഖവാരിജുകൾ, പല കക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. തുടക്കത്തിൽ ചിലപ്പോൾ ഖാരിജിയത്ത് പറഞ്ഞോളണമെന്നില്ല, പിന്നീട് അതിലേക്ക് എത്തും. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കാനും വായിക്കാനൊക്കെ പാടുള്ളൂ. ഇൽമ് എന്നത് ദീനാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ പിഴച്ച കക്ഷികൾ ധാരാളം ഉണ്ടാകും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കേൾക്കാൻ നല്ല സുഖമുള്ള പ്രസംഗം ആരാണോ പ്രസംഗിക്കുന്നത് അത് നമ്മൾ കേൾക്കുക. അങ്ങനല്ല, ഫഅലൈക്കും ബിസുന്നതി, ഇതാണ് മരുന്ന്. എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പഠിക്കണം. പഠിച്ചാലേ മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മുറുകെ പിടിക്കാൻ പറ്റൂല. പഠിക്കണം, അറിയണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ ഖുലഫാഉകൾ അവരുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, സുന്നത്തിന് ദീൻ എന്നാണ് പൊതുവെ ഉള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ എന്താണോ അത് മുറുകെ പിടിക്കും. അവിടുന്ന് വിശ്വസിച്ച, അവിടുന്ന് അനുഷ്ഠിച്ച, അവിടുന്ന് ആചരിച്ച, അവിടുന്ന് പ്രവർത്തിച്ച എന്തൊക്കെ ദീനായി വന്ന എന്തൊക്കെ ഉണ്ടോ സ്വീകരിക്കുക, അത് മുറുകെ പിടിക്കുക, അതിലേക്ക് മടങ്ങുക. അതുപോലെ തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ അനുവാദങ്ങളും ഇതൊക്കെ, ഇങ്ങനെ അവിടുത്തെ സുന്നത്തിലേക്ക് മടങ്ങണം. അതുപോലെ സഹാബികളുടെ, പ്രത്യേകിച്ച് ഖുലഫാഉർ റാഷിദുകൾ അഥവാ സച്ചരിതരായ സന്മാർഗികളായ സഹാബികളുടെ, ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിലേക്ക് മടങ്ങുക. ആരാണ് അവർ സഹോദരങ്ങളെ? ആരാണ് അൽ ഖുലഫാഉർ റാഷിദൂൻ? സച്ചരിതരായ സന്മാർഗികളായ ആ സഹാബികൾ, ആ ഖുലഫാഉർ റാഷിദൂൻ എന്നു പറഞ്ഞ ആളുകൾ ആരാണ്? 4 പേരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 പേരാണ് ഖുലഫാഉർ റാഷിദുകൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 സഹാബികളുടെ ഖിലാഫത്തിനെ കുറിച്ച് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. അത് 30 വർഷങ്ങളാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. 29 വർഷവും 6 മാസവും 4 ദിവസവും 4 സഹാബികളും ഭരണം നടത്തിയിട്ടുണ്ട്. 30 വർഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവർ ഭരണം നടത്തിയിട്ടുണ്ട്. ഇവരാണ് ഖുലഫാഉർ റാഷിദുകൾ. ഇത് മുസ്ലിം ലോകത്ത് ഇജ്മാഉള്ള, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്.
എന്നാൽ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കേൾക്കും. 4ാമത്തെ സഹാബിയുടെ കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കേട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് ഷിയാക്കളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നാസിബികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ പറഞ്ഞ ആളുകൾ ഇപ്പം നേരത്തെ ഷിയാക്കളെ കുറിച്ച് ഇറാനിൻ്റെ വിഷയം വന്നപ്പോൾ അവർ സഹാബികളെ ചീത്ത വിളിക്കുന്നവരാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്കുണ്ടായി. നമ്മുടെ നാട്ടിൽ പല ആളുകളും തൗഹീദുള്ള ആളുകളെന്ന് അവകാശപ്പെടുന്ന വലിയ വലിയ അങ്ങനെ അറിയപ്പെടുന്ന ആളുകൾ വരെ സഹാബികളെ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഷീഇകളെ ന്യായീകരിക്കുന്ന സാഹചര്യമുണ്ടായി മിമ്പറുകളിൽ വരെ. അതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ലേ? എന്ത് രാഷ്ട്രീയമോ? സഹാബികളെ ചീത്ത വിളിച്ചിട്ട് രാഷ്ട്രീയം? എന്നിട്ട് സഹാബികളോടുള്ള സ്നേഹം പഠിപ്പിക്കേണ്ട ദുരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അവരെ ചീത്ത വിളിക്കൽ നിഫാഖാണ്, തെറ്റാണ് എന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായി. ഇനി അടുത്ത പഠിപ്പിക്കേണ്ട അവസ്ഥ എന്താണെന്ന് അറിയുങ്ങൾ? 4ാമത്തെ ഖലീഫ അലി ബിൻ അബി താലിബാണ് റളിയല്ലാഹു അൻഹു എന്ന് പഠിപ്പിക്കേണ്ട ദുരവസ്ഥയിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ചെറിയ കാര്യമല്ല, നേരത്തെ പറഞ്ഞ് പഠിക്കണം, നന്നായി പഠിക്കണം. ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ പഴിച്ചു പോകും. ഇത്രയും കാലം എഴുതപ്പെട്ട ചരിത്രങ്ങളൊന്നും പോരാ. ചില ആളുകൾക്ക് വേറെ എവിടുന്നോ ഒരു ചരിത്രം ഇപ്പോൾ വഹിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എഴുതപ്പെട്ട ചരിത്രങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? പൊതുവെ മുസ്ലിം ലോകത്ത് അഖീദയുടെ കിതാബുകളിലൊക്കെ എഴുതപ്പെട്ട ഇസ്ലാമിൻ്റെ അഖീദ വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സഹാബികൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വ്യക്തമായ നിലപാട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് സുക്കൂത്താണ്, മിണ്ടാതിരിക്കാന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷക്കാരും മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷക്കാരുമായി പരസ്പരം പോരടിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ പറഞ്ഞത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കുറേ കാലായി അലി റളിയല്ലാഹുവിന്റെ ആളുകളായിട്ട് ചില ആളുകൾ മുആവിയ റളിയല്ലാഹുവിനെ ഇങ്ങനെ ചീത്ത വിളിക്കാണ്. കുറേ കാലം നമ്മൾ മിണ്ടാതിരുന്നു. പിന്നെ നമ്മൾ ഒന്നും കൂടി വായിച്ചപ്പോൾ മനസ്സിലായി ഇനി തിരിച്ചു പറയണം. ഇപ്പം തിരിച്ചു പറയാൻ നോക്കുകയാണ്. ഇപ്പം 4ാമത്തെ ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു ആണത്ര. അലി റളിയല്ലാഹു അൻഹു അധികാരമോഹിയാണ് എന്നുവരെ പറഞ്ഞു വരുന്നത്. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കായി പോകാതിരിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. മണ്ണ് പിടിച്ചു പോയ പല പിഴച്ച ചിന്താഗതിയും പൊടി തട്ടിയിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ട് ബേജാറായി പോകേണ്ടതില്ല. പഴയ കാലത്ത് ഷീഇകൾ അലി റളിയല്ലാഹുവിനെ പുകഴ്ത്തി പാടിയപ്പോൾ, മുആവിയ റളിയല്ലാഹുവിനെ ഇകഴ്ത്താൻ തുടങ്ങിയപ്പോൾ അന്ന് ഉടലെടുത്താണ് അലി കുടുംബത്തിനെ ചീത്ത വിളിക്കാൻ വന്ന നാസിബികൾ. ആ സാധനമാണ് ഇപ്പോൾ വന്നത്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലപൊക്കും എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴ പെയ്തപ്പോഴാണ് മുളച്ചത് എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വേര് അറുക്കപ്പെടും. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എഴുതപ്പെട്ട കിതാബുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന എന്ന് പറഞ്ഞു. എത്ര തെളിവുകൾ വേണം? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചരിത്രം ഇങ്ങനെ വളച്ചൊടിക്കപ്പെട്ടൂലേ എന്ന് വിചാരിക്കും. അള്ളാഹു എല്ലാവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ നിലപാട്. എല്ലാവരുടെ പേര് കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവര് വിചാരം എന്താണെന്നറിയോ? ഇവിടെ സുന്നി സമസ്ത ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, മുജാഹിദ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇനി ഒരു അലി ടീം, മുആവിയ ടീം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാം. എന്തപ്പോൾ ഇവർ മനസ്സിലാക്കിയത്? അവർ അലി റളിയല്ലാഹുവിനെ പുകഴ്ത്തിയപ്പോൾ നമ്മൾ ഇപ്പുറത്ത് അലി റളിയല്ലാഹുവിനെ ഇകഴ്ത്തലാണോ നമ്മളെ നിലപാട്? ആണോ? അലി റളിയല്ലാഹുവിന്റെ മഹത്വം പഠിപ്പിക്കേണ്ട ദുരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അലി റളിയല്ലാഹുവിന് എത്ര എത്ര ശ്രേഷ്ഠതകളുണ്ട്. ഖൈബറിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക കൊടുത്തത് ആരുടെ കയ്യിലാണ്? അലി റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. അബൂബക്കറിന്റെ, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, എല്ലാവരും ഉണ്ട് റളിയല്ലാഹു അൻഹു. കൊടുത്തത് അലി റളിയല്ലാഹുവിനാണ്. നമ്മൾ അലിൻ്റെ ആൾ നാളെ മുതൽ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ നിലപാടല്ല, എല്ലാവരും റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്, അവർ അള്ളാഹുവിനും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നിലപാട്. പരസ്പരം കക്ഷി ചേർന്ന് സഹാബികൾക്ക് വേണ്ടി ചീത്ത വിളിക്കുന്നവരെ നമുക്കില്ല. എല്ലാവരും നമ്മുടെ സഹാബികളാണ്. അവരെല്ലാവരും ഉദൂലുകളാണ്, നീതിമാന്മാരാണ് എല്ലാവരും. ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ശരി പറ്റിയ ആളുകൾക്ക് അള്ളാഹു 2 പ്രതിഫലം നൽകും എന്നാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ
പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രതിഫലമുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരിക്കലും അലി റളിയല്ലാഹുവിനെ ഇകഴ്ത്താനോ മുആവിയ റളിയല്ലാഹുവിനെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്താനോ ആ ഒരു അവർക്ക് യോജിക്കാത്ത ഒരു മഖാമിലേക്ക് കൊണ്ടുപോവാൻ അഹ്ലുസ് സുന്ന വൽ ജമാഅ ഒരിക്കലും തുനിഞ്ഞിട്ടില്ല, തുനിയുകയുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പൊ കിട്ടിയ ചില ചരിത്രങ്ങൾ കൊണ്ട് ചില ആളുകൾ വരുമ്പോൾ ഫഅലൈക്കും ബിസുന്നത്തി, അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഹദീസിലേക്ക് മടങ്ങാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങാം, സഹാബികളുടെ സുന്നത്തിലേക്ക് മടങ്ങാം. അത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. എന്താ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാൻ പറഞ്ഞത്? മുൻപല്ലുകൊണ്ട് പിടിച്ചാൽ കടിച്ചു പിടിച്ചതും പല്ലൊപ്പരം പോവും, അണപ്പല്ലാകുമ്പോൾ അവിടെ നിൽക്കും. പ്രയോഗം നോക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ. ഇത് പൊട്ടിപ്പോവാതെ പിടിച്ചിങ്ങനെ അവിടെ നിർത്തണം. അതിനാണ്. മറ്റേത് പല്ലടക്കം പോവും. അതാണ് ഒരറ്റത്ത് നിൽക്കരുത്, ഇങ്ങനെ തൂക്കം ഒപ്പിച്ചിട്ട് ഇപ്പുറത്ത് കുറച്ചാൾ ഇപ്പുറത്ത്, അങ്ങനെയല്ല. ഏതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അവിടെ പോയി കാണാം. നീ ഒറ്റക്കാണെങ്കിലും, ഒരു നാട്ടിൽ തന്നെ ഒറ്റക്കേ ഉള്ളൂ, അവിടെ നിൽക്കണം. അതാണ് അണപ്പല്ലുണ്ട്. ഇങ്ങനെ അറ്റത്ത് നിന്നാൽ ഇങ്ങനെ പോവും. പിന്നെ പല്ലും ഉണ്ടാവില്ല, പിടിച്ചതും ഉണ്ടാവില്ല. ആ നാട്ടിൽ പറയില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല, അതുപോലെ ആയി പോകരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ അള്ളു അലൈഹാ ബിന്നവാജിദ്. ഇത് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഉമ്മത്തിനുള്ള താക്കീതായ രോഗവും മരുന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് നമ്മുടെ മൻഹജ്, ഇതായിരിക്കണം നമ്മുടെ മൻഹജ്. ആര് വന്നാലും അവരെ അളക്കേണ്ടത് ഇതിൽ നിന്നാണ്, ഇതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ, സഹാബത്ത് എങ്ങനെ, 73 കക്ഷികൾ ആയിത്തീരും ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞു. രക്ഷപ്പെടുന്ന കക്ഷി ഒന്നാണ്. പേര് പറഞ്ഞിട്ടില്ല, വിശേഷണമാണ് പറഞ്ഞത്. പേര് പറഞ്ഞ എല്ലാ സംഘടനക്കും ആ പേരായിരിക്കും. അല്ലെങ്കിൽ തന്നെ ശിർക്ക് ചെയ്യുന്ന കൗമിനിയുടെ പേരെന്തായാലും സുന്നത്ത് എന്നാണ്. പേരല്ല പറഞ്ഞത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ വിശേഷണം പറഞ്ഞു കൊടുത്തു. എന്താ വിശേഷണം? ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്നേതൊരു നിലപാടിലാണോ ആ നിലപാട് സ്വീകരിച്ച ആളുകൾ, അവരാണ് രക്ഷപ്പെട്ട കക്ഷികൾ. അത് വിശേഷണമാണ്. അത് വെച്ചിട്ട് ഒരു സംഘം ഉണ്ടാക്കാൻ പറ്റൂല. എന്തായാലും 10 ആളുണ്ടായ 10 കോലത്തിലായിരിക്കും. 10 ആളും ഈ പറഞ്ഞ വിശേഷണം സ്വീകരിച്ചാൽ രക്ഷപ്പെട്ട കക്ഷി. അല്ലെങ്കിൽ ഏച്ച് കെട്ടിയാൽ മൊയച്ചു വെക്കും. എല്ലാറ്റിനും കൂടി ഒരുമിപ്പിക്കാൻ നോക്കിയാൽ കുറേ എണ്ണം അങ്ങനെയും കുറേ എണ്ണം ഇങ്ങനെ ഉണ്ടോ. അതുകൊണ്ടാണ് ഒരു പേര്, ഒരു സംഘത്തിൻ്റെ പേരല്ല പറഞ്ഞത്. പിന്നെയോ ഓരോരുത്തർക്കും വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിക്കാനുള്ള വിശേഷണമാണ് പറഞ്ഞത്. ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഈ പറയുന്ന ദിവസം ഏതൊരു നിലപാടിലാണോ ആ നിലപാട് സ്വീകരിച്ചവർ. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദി. എല്ലാവരും ഇത് വെച്ചിട്ടാണ് നമ്മൾ അളക്കേണ്ടത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ തീപ്പൊരി പ്രഭാഷണമോ പുതിയ ഭൗതികമായ കുറേ സൗകര്യങ്ങൾ ഇങ്ങനെ പൊട്ടലും തെറിക്കലും ചീറ്റലും ഇതൊന്നും കണ്ടിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതാണ് പ്രമാണങ്ങൾ നോക്കിയിട്ടാണ് വിലയിരുത്തേണ്ടത്. ഒരാൾ ഒരു കക്ഷി ഉടലെടുത്ത് വരുമ്പോൾ അവധാനതയോടുകൂടി നമ്മൾ പരിശോധിക്കുക, നോക്കുക ഇതേതാ കൗമൻ, സുന്നത്തുമായിട്ട് സഹാബത്തുമായിട്ട് ബന്ധമുണ്ടോ. പേച്ച കക്ഷികളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. സഹാബത്തിൻ്റെ മേൽ തൊടാതെ അവരൊന്നും മുന്നോട്ട് പോയിട്ടില്ല. സഹാബത്തിൻ്റെ മാർഗത്തിൻ്റെ അടിവേരർത്തിട്ടല്ലാതെ ഒരു ടീമും മുന്നോട്ട് വന്നിട്ടില്ല. അത് നോക്കിക്കോളൂ, പരിശോധിച്ചോളൂ. ഷിയഈകൾ, ഖവാരിജികൾ, മുഅ്തസിലികൾ, ജഹ്മികൾ, ഖദരികൾ, അശ്അരികൾ, മാതുരീദികൾ, എല്ലാ ടീമിൻ്റെ അടുത്ത് നോക്കിക്കോളൂ. സഹാബത്ത് ഉള്ള നിലപാട് മാറ്റിയിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ സഹാബത്തിനെ കാഫിറാക്കിയായിരിക്കും, അല്ലെങ്കിൽ അവരെ നിഷേധിച്ചവരായിരിക്കും, അവരെ അംഗീകരിക്കാത്തവരായിരിക്കും, അങ്ങനെ പല കോലത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൻ്റെ സുന്നത്തും എൻ്റെ സഹാബത്തിൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും, അത് മുറുകെ പിടിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അവസാനമായി അവിടുന്ന് പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ. ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന പുതിയ കാര്യങ്ങൾ നിങ്ങൾ കരുതിയിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യുവാക്കൾ പുതിയ പുതിയ ആവഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അളക്കേണ്ട നേരത്തെ പറഞ്ഞ അളവ് പോലും കൊണ്ടാണ്. ഇത് കുറച്ച് സ്ട്രോങ് കുറവാണ്, അപ്പുറത്ത് കുറച്ച് സ്ട്രോങ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുക. അല്ല, സ്ട്രോങ്ങിലല്ല കാര്യം, പ്രമാണത്തിലാണ്.
നമുക്ക് ചിലപ്പോൾ തോന്നും എത്ര സ്ട്രോങ് കുറവാണല്ലോ, അപ്പുറത്തായിട്ട് ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത മുട്ടായി പോലെ ഇങ്ങനെ നിൽക്കാൻ. അതല്ല അളവുകോൽ, സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സഹാബത്ത് എവിടെ നിന്നു എന്നാണ് നോക്കേണ്ടത്. അത് നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്, അല്ലാതെ ഹാവഭാവങ്ങൾ നോക്കിയിട്ടല്ല. അങ്ങനെയല്ല നോക്കേണ്ടത്. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. വയ്യാക്കും എന്നത് താക്കീതാണ്. വയ്യാക്കും എന്നത് താക്കീതാണ്. വയ്യാക്കും എന്നത് സഹോദരങ്ങളെ താക്കീതാണ്, മുന്നറിയിപ്പാണ്. ജാഗ്രത കൈക്കൊള്ളണം എന്ന വാക്കാണത്. ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, തീർച്ചയായും എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്. ബിദ്അത്ത് എന്നത് സഹോദരങ്ങളെ വിശ്വാസ കാര്യങ്ങളിൽ വരും, അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ വരും. ബിദ്അത്തുകൾ അഖ്ദിയായ വിശ്വാസപരമായ ധാരാളം ബിദ്അത്തുകളുണ്ട്. അഥവാ ദീനിന്ന് പുറത്തു വന്ന ബിദ്അത്ത് ദീനിന്ന് പുറത്തു വന്ന ബിദ്അത്തുകളുണ്ട്. റാഫിദുകളുടെ ബിദ്അത്ത് പോലെ പുതിയതായി കൊണ്ടുവന്നാണ്. അതിൽ കുഫറുകൾ അടങ്ങിയിട്ടുണ്ട്. ഖുർആനെ നിഷേധിക്കുക, അതുപോലെ തന്നെ സഹാബികളെ കാഫിറുകളാക്കുക, 12 ഇമാമിങ്ങൾ എന്ന് ഇമാമത്ത് വാദം വാദിക്കുക, ഇതൊക്കെ കുഫറായ ബിദ്അത്തുകളാണ്. അതല്ലാത്ത അമലിയായ ബിദ്അത്തുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ളത് പോലെ കുറേ ബിദ്അത്ത്, ഇല്ലാത്ത കുറേ സലാത്തും ഇല്ലാത്ത കുറേ ദിക്റുകളും മൗലിദും മാലയും അങ്ങനെയുള്ള നൂലാമാലകളും, ഇതൊക്കെ ബിദ്അത്തുകളാണ്. അമലിയായ അമലുകളിൽ വരുന്ന കുറേ ബിദ്അത്തുകളാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ ഖേദകരമെന്ന് പറയട്ടെ, ബിദ്അത്തിൽ തുടങ്ങി ശിർക്കിൽ അവസാനിക്കും. മാല മൗലിദുകൾ, അതിൽ പാടുന്ന പല വരികളും ശിർക്കിൻ്റെ വരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു തേടുന്ന പ്രാർത്ഥനകൾ, ഔലിയാക്കന്മാരെ കുറിച്ച് അവർക്കില്ലാത്ത മേന്മകളും മഹത്വങ്ങളും, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പദവിയിൽ വരെ അവരെ ഉയർത്തുന്ന പല വാദങ്ങൾ, അങ്ങനെ സഹോദരങ്ങളെ ബിദ്അത്തുകൾ പല രൂപത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഒരുപാട് ബിദ്അഈ കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത സകല ബിദ്അത്തുകളും ദീനിലേക്ക് പുതുതായി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. അഥവാ ദീനിലേക്ക് പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ദീനിൽ കൊണ്ടുവരുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയാം, ഭൗതികമായ മാറ്റങ്ങളല്ല. ചില ആളുകൾ ചോദിക്കും, പള്ളി, മദ്രസ, ബെഞ്ച്, ഡെസ്ക്, മൈക്ക് ഇതൊക്കെ പുതിയതല്ലേ, അതൊക്കെ ബിദ്അത്തല്ലേ? അതൊക്കെ ഭാഷാപരമായി പുതിയതാണ്. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഈ മൈക്ക് അഹൂജൻ്റെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു താല നമ്മളെ പ്രഭാഷണം സ്വീകരിക്കും, സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്, ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞാൽ അത് ബിദ്അത്താണ്. അതല്ലാതെ സാധാരണ ഒരു സൗകര്യത്തിനൊരു മൈക്ക് ഉപയോഗിക്കും, അത് ഭൗതികമായ സൗകര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് എന്തേ പറയാൻ പാടുള്ളൂ? ദീനേ പറയാൻ പാടുള്ളൂ. ഇവിടെ ഇരുന്ന് ബിദ്അത്ത് പറയാൻ പാടില്ല. പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നത് പായയിലും നിലത്തുമാണ്. നമ്മൾ ബെഡിൽ കിടക്കും, പക്ഷെ കിടക്കുമ്പോൾ എന്തോ അറിയും? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹ്യ, വുദൂ എടുത്തിട്ട് കിടക്കും, ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലും. സംഗതി മാറി. പക്ഷേ അവിടെ ഒരാൾ വിചാരിക്കുകയാണ് ഉറങ്ങാൻ നേരത്ത് അൽബക്കറിൻ്റെ ആദ്യത്തെ 2 പേജ് ഓതാം. ആരെങ്കിലും വിചാരിച്ചാലോ പറഞ്ഞാലോ അത് ബിദ്അത്തായി. അവസാനത്തെ 2 ആയത്ത് ഓതാന്ന് പറഞ്ഞാലോ അത് സുന്നത്തായി. കണ്ടോ, രണ്ടും ഖുർആനാണ്. നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തിട്ട് ഓതാൻ പാടില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇതാണ് ബിദ്അത്തിനെ അളക്കാനുള്ള അളവുകോൽ. ദീനിലുള്ള ബിദ്അത്തുകൾ, ദീനിൽ പുതുതായി ഇന്ന കാര്യം ദീനാണ്, അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യണമെങ്കിൽ തെളിവ് വേണം. എന്തായാലും ശരി, അതിന് തെളിവ് വേണം. അതിന് നിന്നിട്ട് ചെയ്താലും വേണ്ടില്ല, ഇരുന്നിട്ട് ചെയ്താലും വേണ്ടില്ല, എങ്ങനെ ചെയ്താലും തെളിവ് വേണം. പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജിന് പോയത് നടന്നിട്ട് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തൊക്കെ ആണ്. നമുക്ക് ഫ്ലൈറ്റിൽ പോവാം, അത് ബിദ്അത്തല്ല. പിന്നെയോ അത് ഭൗതിക സൗകര്യമാണ്. ഇനി കുറച്ച് നേരം ഒരാൾക്ക് ഒറ്റക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുക, അനുവദനീയമാണ്. അവിടെ എത്തിയിട്ട് ഇഹ്റാം കൃത്യസ്ഥലത്ത് വെച്ച് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതാണ് വിഷയം. ഒരാൾ ചോദിക്കണേ ഇഹ്റാം ചെയ്യുന്ന സ്ഥലം അതൊന്ന് മാറ്റാം, മീഖാത്ത് മാറ്റാം എന്ന് വിചാരിച്ചാലോ പാടില്ല. ഇത് സഹോദരങ്ങളെ വിശാലമായ വിഷയമാണ്. അതുകൊണ്ട് പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് സൂക്ഷിക്കണം, ജാഗ്രത കൈക്കൊള്ളണം. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരവും വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹൃദയസ്പർശിയായ ഒരു പ്രഭാഷണം നടത്തുന്നതിനിടയിൽ സഹാബത്ത് ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ നൽകിയ മഹത്തായ ഉപദേശങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ഇസ്ലാമിലായി സുന്നത്തിലായി ജീവിക്കാനും അതിലായി മരിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.